ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ. ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് 2024 ജൂൺ 30 മുതൽ ജൂലൈ 6 വരെയുള്ള ഒരാഴ്ചക്കാലത്തെ 27 നക്ഷത്രക്കാരുടെയും ശുഭാശുഭ ഫല സൂചനകളും പരിഹാര നിർദ്ദേശങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ ലളിതമായിട്ടുള്ള പരിഹാര നിർദ്ദേശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യം അറിയാം. ഭാരതീയ ആചാരപ്രകാരമുള്ള പരിഹാര നിർദ്ദേശങ്ങൾ അനുഷ്ഠിക്കുന്നതുകൊണ്ട് അനുഭവസ്ഥർക്ക് പലപ്പോഴും മനസ്സിന് സമാധാനവും സന്തോഷവും, അതുകൊണ്ട് തന്നെ സ്വന്തം കഴിവുകൾ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കുവാനുള്ള ഒരു അവസ്ഥയും മനസ്സിന് ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ കണ്ടുവരുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഈ പരിഹാരം, അതിൻ്റെ സിഗ്നിഫിക്കൻസ്, അതിൻ്റെ അനുഷ്ഠിക്കേണ്ട രീതി ഒക്കെ വിശദമായിട്ട് പറഞ്ഞിരുന്നു. 10 മിനിറ്റോളം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കാണുന്നത് നല്ലതാണ്. ആ പ്രോഗ്രാമിൽ പരിഹാരത്തിൻ്റെ എല്ലാ ആസ്പെക്ട്സും വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പരിഹാരങ്ങൾ കൊണ്ട്, നമ്മുടെ ജപധ്യാനാദികൾ കൊണ്ട്, ക്ഷേത്രാദി കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സിനുണ്ടാകുന്ന പരിവർത്തനങ്ങൾ, ഉദാഹരണത്തിന് നമ്മുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള എല്ലാ എലിമെൻസും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പോൾ ചൂട് കൂടി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സ്വെറ്റ് ചെയ്യുന്നു, നമുക്കൊരു അൺഈസിനെസ് വരുന്നു. ചിലരുടെ ടെമ്പർ, സ്വഭാവം പോലും ചൂട് കൂടി കഴിയുമ്പോൾ മാറുന്നു. നമ്മൾ വളരെ ക്ഷീണിതരാകുമ്പോഴേക്കും അഗെയിൻ നമ്മുടെ സ്വഭാവത്തിന് വ്യത്യാസം വരുന്നു. പ്രത്യേകിച്ച് കുറച്ച് ടെൻഷൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ദേഷ്യം, കോപ സ്വഭാവം കൂടും. നമ്മൾ ഉറങ്ങുമ്പോഴേക്കും ആരെങ്കിലും പെട്ടെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ചിലരുടെ പ്രതികരണം അത്ര സുഖകരമായിരിക്കണമെന്നില്ല. ചിലർ സോഫ്റ്റായിട്ട് പ്രതികരിക്കുന്നത് പോലും ചിലപ്പോൾ ടെൻഷൻ ഉണ്ടായിരിക്കുമ്പോൾ അങ്ങനെ ക്ഷീണം കൊണ്ട് നമ്മൾ ഉറങ്ങുമ്പോഴേക്കും പെട്ടെന്ന് എന്തെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അല്ലാണ്ട് തന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ മൂഡ് അത്ര ശരിയല്ല എന്ന് പറയില്ല. അപ്പോൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് പലതും നമ്മളെ സ്വാധീനിക്കും. അത് നമ്മുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള മനസ്സിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയർ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളത്, അതിൻ്റെ ഒരു ഘടന, മനസ്സിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ ഒരു ഘടനയും എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസിനും രണ്ടിനും തുല്യ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ കുടുംബത്തിലൊരു വീട്ടിൽ ഫാമിലിയിലൊരു വൃക്ഷമുണ്ട്, എന്തെങ്കിലും ഒരു വൃക്ഷമുണ്ടെങ്കിൽ ആ വൃക്ഷം ചിലപ്പോൾ അതിൻ്റെ പോളൻസ് ചിലർക്ക് അലർജിക്കായിരിക്കും, ചിലർക്ക് ഹെൽത്ത് ഗിവിങ് ആയിരിക്കും, ചിലർക്ക് ആരോഗ്യം പ്രദാനം ചെയ്യുന്നതായിരിക്കും, ചിലർക്ക് അതിൻ്റെ പോളൻസ് അലർജിക്കായിരിക്കും. പൂമ്പൊടി ചിലർക്ക് അലർജിയാണല്ലോ. അപ്പോൾ എല്ലാ എക്സ്റ്റേണൽ ഫാക്ടേഴ്സും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ള കാര്യം, ഇതാണ് വാസ്തുവിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. എന്തൊക്കെ നമ്മൾ ഗൃഹത്തിൽ ആ വസ്തുവിൽ പ്ലാൻ ചെയ്യുന്നു, നട്ടു വളർത്തുന്നു, അതൊക്കെ നമ്മളെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സ്വാധീനിക്കും. നമ്മൾ വെൽ വെൻറ്റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റൂം നമ്മുടെ ആരോഗ്യത്തെയും മാനസിക ഘടനയും ഒക്കെ സ്വാധീനിക്കാം. ലൈറ്റിംഗ് സിസ്റ്റം, കളർ, ഇതൊക്കെ ഇപ്പോൾ പാശ്ചാത്യ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ എങ്ങനെ ലൈറ്റിംഗ് വേണം, ഡ്രോയിങ് റൂമിൽ എങ്ങനെ ലൈറ്റിംഗ് വേണം, ബെഡ്റൂമിൽ എങ്ങനെ ലൈറ്റിംഗ് വേണം, ഇപ്പോൾ സ്റ്റഡി റൂമിൽ എങ്ങനെ ലൈറ്റിംഗ് വേണം, എന്തൊക്കെ കളർ ഷെയ്ഡ്സ് ഉപയോഗിക്കാം വാളിന്, ഇതിനൊക്കെ പ്രാധാന്യമുണ്ട്. ഹോസ്പിറ്റൽസിൽ കണ്ടിട്ടില്ലേ, കർട്ടൻസൊക്കെ എന്ത് കളറാണ്? ഓൾവേസ് ലൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ, അങ്ങനെയുള്ള ഷെയ്ഡ്സ് ആയിരിക്കും. മനസ്സിനെ ഒന്ന് സോഫൻ ചെയ്യാനുള്ള കഴിവ് ആ ഷെയ്ഡിനുണ്ട് എന്നുള്ളതാണ് ഒരു വിശ്വാസമല്ല, അനുഭവത്തിൽ അങ്ങനെയാണ്. അതുകൊണ്ടാണല്ലോ ഹോസ്പിറ്റൽസിൽ അങ്ങനെയാണ്. അപ്പോൾ ഓരോ കാര്യത്തിനും നമ്മളെ സ്വാധീനിക്കുവാൻ കഴിയും. നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മനസ്സിന് സമാധാനം, നമ്മൾ സന്തോഷമായിട്ട് പരിണമിക്കുന്നുള്ളതാണ്. എല്ലാവർക്കും അല്ല, പലർക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്ഷേത്രത്തിൽ പോവുക, മനസ്സിന് സന്തോഷം ഉണ്ടാക്കുക, നമ്മുടെ ഫാക്കൽറ്റീസൊക്കെ ബെറ്റർ ആക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ക്രിക്കറ്റ് മാച്ച് കാണുമ്പോഴാണ് അതുള്ളത് അങ്ങനെ മനസ്സിന് സമാധാനവും സന്തോഷവും വരുന്നതെങ്കിൽ ആ രീതിയിലേക്ക് പോകും. ഓരോരുത്തരുടെയും ആറ്റിറ്റ്യൂഡ്സ് വ്യത്യാസമായിരിക്കും. അവരുടെ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇൻറ്റേർണൽ സോഫ്റ്റ്വെയർ അനുസരിച്ചിട്ടായിരിക്കും കാര്യങ്ങൾ ഒരു റെസ്പോൺസ് വരിക. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രൈവറ്റ് റിയാലിറ്റി അനുസരിച്ചിട്ടുള്ള, അതിപ്പോൾ ഇഷ്ടമുള്ള ഒരു ഫിലിം സ്റ്റാർ, അത് എനിക്കിഷ്ടമുള്ള ഒരാൾ വേറൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അതൊരു പ്രൈവറ്റ് റിയാലിറ്റിയാണ്. ഒരു വ്യക്തിയോടുള്ള ഇഷ്ടം, ഒരു സ്ഥാനത്തോടുള്ള ഇഷ്ടം, ചിലർക്ക് IAS ഓഫീസർ ആകുന്നതായിരിക്കും, ഡോക്ടർ ആകുന്നതായിരിക്കും. ഓരോരുത്തർക്കും ഓരോ പ്രിഫറൻസാണ്. അതിനെ പ്രൈവറ്റ് റിയാലിറ്റി എന്ന് പറയുന്നത്. ഭക്തി കൊണ്ട് നമ്മുടെ മനസ്സിന് സമാധാനവും സന്തോഷവും കിട്ടുന്നുണ്ടെങ്കിൽ അതായിക്കോളും. സംഗീതം കൊണ്ടാണെങ്കിൽ അങ്ങനെയാകാം. സംഗീതവും ഭക്തിയും വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മുടെ ഭാരതീയ ആചാരപ്രകാരം. ശാസ്ത്രീയ സംഗീതം എന്ന് പറയുന്ന കീർത്തനങ്ങൾ ഒക്കെ നമ്മൾ ദേവീദേവന്മാരെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള സാഹിത്യമാണ്. അത് നമ്മൾ കൺസേർട്ടിൽ ഓരോരോ രാഗങ്ങൾക്ക് അനുസരിച്ച് ഓരോ രാഗങ്ങൾ ഉൾപ്പെടുത്തി നമ്മളത് ആലപിക്കുന്നു. അത് പലർക്കും ഹാപ്പിനെസ്. വെൻ യു ആർ ട്രെയിൻഡ് ഇൻ ക്ലാസിക്കൽ മ്യൂസിക് യു വിൽ ബി ഏബിൾ ടു എൻജോയ് ക്ലാസിക്കൽ മ്യൂസിക് പ്രോപ്പർലി ആൻഡ് ഇറ്റ് ഈസ് ഗോയിങ് ടു ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ് ആൻഡ് വാട്ട് യു കോൾ ആ ഒരു മെൻ്റൽ ഫ്രെയിം വർക്ക് ടു സം എക്സ്റ്റെൻറ്റ്. അപ്പോൾ നമ്മുടെ ഒരു മൈൻഡ് സോഫണിങ്ങിന് ക്ലാസിക്കൽ മ്യൂസിക് ഉപകരിക്കും. അതുപോലെ ക്ഷേത്രങ്ങളിലൊക്കെ പണ്ട് ഇപ്പോഴും ഉണ്ട് പല ക്ഷേത്ര സോപാന
സംഗീതം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശ്രവിക്കുക. അതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഇവിടെ പറയാറുണ്ട് ഒരു മുഹൂർത്തകാലം അവിടെ നിന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ നിന്ന് കഴിയുമ്പോൾ അവിടുത്തെ ഒരു വൈബ് നമ്മുടെ മനസ്സിന് വളരെയധികം കുളിർമയും സന്തോഷവും സമാധാനവും നൽകും. നോട്ട് ഓൾ ടു ഓൾ പീപ്പിൾ. ചിലർക്ക് തന്നെ ചില പ്രത്യേക അവസ്ഥയിൽ ക്ഷേത്രത്തിൽ പോയാലും മനസ്സിന് സമാധാനം പൂർണ്ണമായിട്ട് ലഭിക്കണമെന്നില്ല. അവർ വീണ്ടും അത് ആവർത്തിക്കുക. ചില ജപം, ധ്യാനം ഇതൊക്കെ കൊണ്ട് നമ്മുടെ സോഫൻ ചെയ്ത് ക്ഷേത്ര ഒരു അറ്റ്മോസ്ഫിയർ, സാഹചര്യം, അന്തരീക്ഷം നമ്മളെ സ്വാധീനിക്കും. അതുകൊണ്ടാണ് ക്ഷേത്ര ദർശനം പറയുന്നത്. ഇങ്ങനെ പല കാര്യങ്ങളിലും ഭാരതീയ ആചാരം നമ്മളെ വളരെയധികം നമ്മുടെ കഴിവുകൾ മെച്ചമാക്കുവാനും സമാധാനവും സന്തോഷവും നിറഞ്ഞൊരു ജീവിതം ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുവാനും സഹായിക്കും. അങ്ങനെ സഹായിക്കും എന്നുണ്ടെങ്കിൽ നമ്മളത് തുടരുക. പ്രത്യേകിച്ച് ആ ഒരു ഓറിയൻറ്റേഷനുള്ളവർ ആ രീതിയിൽ തുടരുക. അതുകൊണ്ടാണ് വളരെ ജപം, ധ്യാനം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വളരെയധികം പ്രയോജനപ്പെടും എന്ന് ഈ പ്രോഗ്രാമിൽ പറയുന്നത് അതുകൊണ്ടാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഇനി രാശിഫലമാണ്. ആദ്യമായി മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗം. ചൊവ്വയുടെ ഒരു സ്ഥിതി കൊണ്ട് ആരോഗ്യകാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കുക. ഈ അഡ്വഞ്ചറസ് ട്രിപ്സ്, ഈ റിസ്കി റൈഡ്സ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, 2 വീലറിൽ അതിവേഗം പോവുക, അതിപ്പോൾ റൈഡ് ചെയ്യുന്ന ആളായാലും പിന്നിലിരിക്കുന്ന ആളായാലും അവർ ഇതൊക്കെ ഒന്ന് നിയന്ത്രിക്കുക. കഴിയുന്നതും 2 വീലർ യൂസ് ഒന്ന് കുറച്ചോളുക. അതാണ് ഏറ്റവും നല്ലത്. അഡ്വഞ്ചറസ് ട്രിപ്സ് വേണ്ട. ഈ മൗണ്ടനിയറിങ് അങ്ങനെയുള്ള എന്തെങ്കിലും അഡ്വഞ്ചർ കാണിക്കുന്നതൊന്നും ഇപ്പോൾ നല്ല ഒരു സമയമല്ല. ശരീരത്തിന് ചെറിയ മുറിവോ അല്ലെങ്കിൽ ചെറിയ ആരോഗ്യ പ്രയാസങ്ങളോ ഒക്കെ വരുന്ന ഒരു സമയമാണ്. വൈദ്യസഹായം വഴി പണം ചിലവാകുന്ന ഒരു സമയമാണ് എന്നും ആചാര്യന്മാർ പറയാറുണ്ട്. പിന്നെ നമ്മുടെ സ്വഭാവത്തിലുണ്ടാകുന്ന ഒരു വ്യത്യാസമാണ്. ചൊവ്വയുടെ ഒരു സാന്നിധ്യം വളരെ ക്ലോസ് പ്രോക്സിമിറ്റിയിൽ വരുമ്പോൾ പെട്ടെന്ന് കോപം വരാം, ഇമ്പൾസീവായിട്ടുള്ള ബിഹേവിയർ വരാം, ചിന്തിക്കാതെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. പിന്നീട് ദുഃഖിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു അകന്നു പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ദൈവാധീനകാരകൻ അനുകൂല സ്ഥാനത്തായതുകൊണ്ട് ആചാര്യന്മാരുടെയും കാരണവസ്ഥാനീയരുടെയും ഉപദേശം സ്വീകരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഗ്രഹത്തിലുള്ള പ്രയാസങ്ങൾ നീക്കാം, കുറയ്ക്കാൻ കഴിയും. അതുപോലെ ഓഫീസിലും ഇതുപോലെ എക്സ്പേർട്സിനോട് പറയുക, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ളവരോട് അവരുടെ ഉപദേശം അനുസരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ഓഫീസ് അറ്റ്മോസ്ഫിയറും വളരെ നന്നായിട്ട് അനുഭവപ്പെടും എന്നുള്ളതാണ്. പുതിയ ജോലിക്കൊക്കെ ഭാഗ്യമുണ്ട്. എന്നാൽ ജോലി പെട്ടെന്ന് മാറുവാൻ പറ്റിയ ഒരു സമയമല്ല എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. നല്ല ജോലി ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട്. കോഴ്സസൊക്കെ കംപ്ലീറ്റ് ചെയ്തവർക്ക് അവർക്ക് ഡിസേർവ് ചെയ്യുന്ന രീതിയിലുള്ള ജോലി തന്നെ ലഭിക്കുവാൻ ഭാഗ്യമുള്ളൊരു കാലം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് വേണ്ട രീതിയിൽ ഇക്കാലം ഉപയോഗിക്കേണ്ടത് അത്യാവശ്യം. അതാണ് പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. പ്രൊമോഷൻ സാധ്യത, അനുകൂലമായിട്ടുള്ള ട്രാൻസ്ഫേഴ്സ് ഇവയൊക്കെ ഉണ്ടാകാം. വിദ്യാർത്ഥികൾക്ക് ഹയർ എഡ്യൂക്കേഷനുള്ളൊരു യോഗം കാണുന്നുണ്ട്. നല്ല കോഴ്സസിനൊക്കെ അഡ്മിഷൻ ലഭിക്കുവാൻ നാട്ടിലോ അല്ലെങ്കിൽ പുറത്തോ വിദേശത്ത് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ജോലി വേണമെന്നുള്ളവർക്ക് അതിനുമൊക്കെ ഭാഗ്യം വരുന്ന ഒരു സമയമാണ് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. ഈ അനുകൂല ഫലങ്ങൾ ലഭിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ സൂചന ലഭിക്കുന്നവർ ചെയ്യേണ്ട കാര്യം ഗണപതി പ്രീതിയാണ്. ആ തടസ്സം അങ്ങോട്ട് മാറ്റണോ, അല്ല എന്തെങ്കിലും ആ സൂചനകൾ വന്നിട്ട് ചിലപ്പോൾ സൂചനകൾ അങ്ങോട്ട് ഡിലേഡ് ആകാം. അപ്പോൾ ആ തടസ്സങ്ങൾ നീക്കുവാനായിട്ട് ഗണപതി പ്രീതി വരുത്തുക. അടുത്ത ക്ഷേത്രത്തിലെ ഗണപതിയെ വണങ്ങി കഴിയുമെങ്കിൽ അവിടെ ഒരു നാളികേരം നിവേദിക്കുക. അവിടെ ഗണപതി സ്തോത്രം ദിവസവും ജപിക്കാം. ശ്രീ ഗണേശ അഷ്ടോത്തര ശതനാമാവലി ദിവസവും ജപിച്ചോളൂ. എല്ലാ തടസ്സങ്ങളും നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. എല്ലാ രാശിക്കാരിലും ഒരു പക്ഷേ കടമൊക്കെ നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് കടം വരുത്തി വയ്ക്കുന്നവരുണ്ട്. അവരുടെ ബാധ്യത എന്ന് പറയുന്ന ഒരു ഫൈൻ മോർണിംഗിൽ നല്ല സമയം വന്നാലും അങ്ങനെ പൂർണ്ണമായിട്ട് പെട്ടെന്ന് മാറില്ല. അത് ഇറ്റ് വിൽ ടേക്ക് ടൈം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം വളരെ ഈ അനുകൂലമായിട്ടുള്ള സമയങ്ങളിൽ നമ്മൾ പ്ലാൻ ചെയ്യുക. ആ പ്ലാനിങ് ഒക്കെ പിന്നീട് ബാധ്യതകൾ കാര്യമായിട്ട് കുറയ്ക്കുവാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കും. അപ്പോൾ ഈ ബാധ്യതയും കടവും ഉള്ളവർ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അവർ ചെയ്യേണ്ട കാര്യം ആ ദേവീ സാന്നിധ്യം ഉണ്ടാക്കുവാനായിട്ട് ഈ പ്ലാനിങ്ങും ആ മനസ്സ് ആ രീതിയിലേക്ക് ട്യൂൺ ചെയ്യാനുമായിട്ട് മഹാലക്ഷ്മി സ്തോത്രം ജപിക്കുക എന്നുള്ളതാണ്. മഹാലക്ഷ്മി അഷ്ടോത്തര ശതനാമാവലി ജപിച്ച് ദിവസവും 3 പ്രാവശ്യം ജപിച്ചുകൊണ്ട് വെള്ളിയാഴ്ചകളുടെ വ്രതാനുഷ്ഠാനത്തോടുകൂടി ദേവീക്ഷേത്രം, മഹാലക്ഷ്മി അന്നപൂർണേശ്വരി ക്ഷേത്രം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. അവിടെ നിന്ന് ഈ മഹാലക്ഷ്മി സ്തോത്രം 9 പ്രാവശ്യം 18 പ്രാവശ്യം കഴിയുമെങ്കിൽ ഉത്തമം. അവിടെ നിന്ന് ജപിച്ചോളൂ. ദേവി ഒരു വഴി ഉണ്ടാക്കി തരും ഈ ബാധ്യതകളിൽ നിന്ന് പുറത്ത് വരാനായിട്ട് എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. ഇടവം രാശി. കാർത്തിക അവസാനത്തെ 3/4 ഭാഗം, രോഹിണി മകയിരം ആദ്യത്തെ പകുതി ഭാഗം.
അധിക പണച്ചെലവ്, യാത്രകൾ യാത്രകൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് നടക്കുവാനുള്ളതിൽ ഉള്ളൊരു തടസ്സം. അപ്പോൾ അത് കാരണം അല്പം ഒരു ഈ നിരാശ വരുന്നത് കൊണ്ട് നമ്മുടെ പ്രതികരണങ്ങളിലൊക്കെ വ്യത്യാസം വരിക, ഇതിനൊക്കെയുള്ള സാധ്യത ഏറെയുള്ള വാരമാണ് എന്നറിയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ അല്പം ചില അഭിപ്രായ വ്യത്യാസമോ അകൽച്ചയോ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് അത് ഒഴിവാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ കോപം പെട്ടെന്ന് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ കോപം വരുമ്പോഴോ അല്ലെങ്കിൽ ഒരാൾ എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് ദേഷ്യം വന്നിട്ട് അങ്ങോട്ട് പ്രതികരിക്കാൻ തോന്നുകയാണ്. അത് ഗൃഹത്തിലായാലും ഓഫീസിലായാലും ഇപ്പോൾ വരാം. അത് നമ്മൾ നിയന്ത്രിക്കുവാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക? പ്രതികരിക്കുന്നതിന് മുമ്പ് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഈ മന്ത്രം അങ്ങോട്ട് ജപിച്ചോളൂ. ആ മനസ്സിൽ ഇങ്ങനെ ജപിച്ച് അപ്പോൾ ഒരു 3 സെക്കൻഡോ 4 സെക്കൻഡോ എന്നിട്ട് കാര്യങ്ങൾ പറയുക. അപ്പോഴേക്കും നമ്മുടെ പ്രതികരണത്തിൽ ഉണ്ടാകുന്ന ആ വികാര വിക്ഷോഭം കുറയുവാനും അപ്പോൾ അതുകൊണ്ട് തന്നെ ബന്ധങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനും കഴിയും. ചെലവുകളിൽ വളരെ നിയന്ത്രണം വരുത്തേണ്ട ഒരു വാരമാണെന്നുള്ളതാണ്. ഒന്ന്, കാരണമായിട്ടുള്ള ചെലവ് വരാം. അത് കൂടാണ്ട് നമ്മൾ മെഡിക്കലായിട്ടുള്ള പ്രയാസങ്ങളോ കുടുംബത്തിൽ ആർക്കെങ്കിലും ഈ എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങളോ അതിലുണ്ടാകുന്ന അധിക പണച്ചെലവോ ഒക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് അല്പം പണം കരുതി വയ്ക്കുക. ലക്ഷറി ഐറ്റംസിന് വേണ്ടിയിട്ട് പണം അധികം ചിലവാക്കാണ്ടിരിക്കുക. അനാവശ്യമായിട്ടുള്ള യാത്ര ഒഴിവാക്കുക. ഇങ്ങനെ ഒക്കെ നമുക്ക് അത് നിയന്ത്രിക്കുവാൻ, നമ്മുടെ ചിലവ് നിയന്ത്രിക്കുവാനും അപ്പോൾ അതുകൊണ്ട് തന്നെ അല്പം ഒരു പണം സേവിങ് ആയിട്ട് ലഭിക്കുവാനും ആവശ്യത്തിന് അത് ഉപകരിക്കുകയും ചെയ്യും എന്നുള്ള കാര്യം അറിയാം. പുതിയ ബിസിനസ് ആരംഭിക്കുക, ജോലിയിലൊരു മാറ്റം ആലോചിക്കാണ്ട് സ്വീകരിക്കുക. ഇതിനൊന്നും പറ്റിയ സമയമല്ല. അത് തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ വരാം. പ്രണയകാര്യങ്ങൾക്കും ഒട്ടും അനുകൂലമായിട്ടുള്ള സമയമല്ല. ഇപ്പോൾ ചെയ്യേണ്ട കാര്യം, വിദ്യാർത്ഥികളാണെങ്കിൽ പഠനകാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. വിനോദം കഴിയുന്നതും കുറയ്ക്കുക. ജീവിത വിജയം വന്നു ചേരുന്ന ഒരു സമയമാണെന്ന് അറിഞ്ഞോളൂ. ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ നീക്കുവാനായി ശിവസ്തോത്രം ജപിക്കാം. സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ നീക്കുവാൻ ദേവീക്ഷേത്ര ദർശനം നടത്തി കഴിയുമെങ്കിൽ അവിടെ ഒരു പുഷ്പാഞ്ജലി കഴിപ്പിക്കാവുന്നതാണ്. അന്നപൂർണേശ്വരി സ്തോത്രം ദിവസവും ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ദേവി രക്ഷിച്ച് വഴി കാട്ടിത്തരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിട്ടിരിക്കുക. മിഥുനം രാശി, മകയിര അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യത്തെ 3/4 ഭാഗം. പുതിയ ജോലിക്ക് അവസരങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ്. കോഴ്സസൊക്കെ കംപ്ലീറ്റ് ചെയ്തവർക്ക് ചെറിയൊരു വരുമാന മാർഗം തരപ്പെടുന്നതായിട്ടുള്ള ഒരു സൂചനയൊക്കെ ലഭിക്കാനുള്ള യോഗമുണ്ട്. എന്നാൽ അതിലും അല്പം ഒരു തടസ്സം ഒക്കെ വരുന്നതായിട്ട്, അതൊരു വൈകുക എന്ന് നമ്മൾ പറയുമല്ലോ. ഇപ്പോൾ അഡ്വൈസ് വന്നു, അപ്പോയിൻമെൻറ്റ് ഓർഡർ ഇപ്പോൾ ലഭിക്കും എന്ന് നമ്മൾ കരുതിയിരിക്കുമ്പോൾ അല്പം ഒരു ഡിലേ അതിനകത്ത് അനുഭവപ്പെടുന്നത് കൊണ്ട് ടെൻഷൻ വരാം. ഇത് ഒരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. അത് ബിസിനസ്സിലായാലും ഒരു ബില്ലൊക്കെ മാറിക്കിട്ടാനും ഒക്കെ അവിചാരിതമായിട്ടുള്ള തടസ്സം കിട്ടും. പക്ഷെ അല്പം ഒന്ന് വൈകി മാത്രമേ കിട്ടുള്ളൂ. ഒരു പക്ഷേ ഉദ്ദേശിച്ച എമൗണ്ട് ലഭിക്കണം എന്നില്ല. അപ്പോൾ നമ്മൾ ചിലവൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അതനുസരിച്ചിട്ടുള്ള ഒരു വരുമാനം ഉണ്ടാക്കാത്തത് കൊണ്ടുള്ള ഒരു ടെൻഷൻ ഉള്ള ഒരു വാരമാണ്. അപ്പോൾ അതൊക്കെ പരിഹരിക്കാനായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ ഇവിടെ തരുന്നുണ്ട്. അപ്പോൾ അതങ്ങോട്ട് നമ്മൾ ജപിച്ച് മുന്നോട്ട് പോവുക. പ്രയാസങ്ങളൊക്കെ നീങ്ങും. പ്രണയകാര്യങ്ങൾക്കൊട്ടും അനുകൂലമായിട്ടുള്ള വാരമല്ല. ഒരു പ്രായം കടന്നവർക്ക് ചെറിയ ആരോഗ്യ പ്രയാസങ്ങളൊക്കെ വരാം. അതുവഴി പണച്ചെലവിനുള്ള സാധ്യതയും, കുടുംബത്തിൽ അല്പം ഒരു ടെൻഷനൊക്കെ വരാമെങ്കിലും പ്രാർത്ഥന കൊണ്ട് അതൊക്കെ നീങ്ങിപ്പോകും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. ഓം നമഃ ശിവായ എന്നുള്ള ആ മന്ത്രം ദിവസവും 108 പ്രാവശ്യം ജപിച്ചോളൂ. ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങൾ പൂർണ്ണമായും നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. അപ്പോൾ അതുപോലെ തന്നെ വസ്തു വിൽക്കുക, വാങ്ങുക, ഇതൊക്കെ ശ്രമിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് വസ്തു വിൽപ്പനയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക്, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നമ്മളിപ്പോൾ കടമൊക്കെ അങ്ങോട്ട് തീർക്കാനായിട്ട് നമ്മൾ വസ്തു വിൽക്കുവാൻ ശ്രമിക്കുമ്പോൾ അതിലൊക്കെ ഒരു തടസ്സം വരാം. ചിലപ്പോൾ ഇങ്ങോട്ട് വാങ്ങാൻ വന്നവരൊന്നും പിന്നീട് മറുപടിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള വസ്തു വിൽപ്പന, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെ തടസ്സങ്ങൾ നീക്കുവാൻ അടുത്ത ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തി അവിടുന്ന് പുണ്യാഹം വാങ്ങി വസ്തുവിൽ തളിച്ച് ശുദ്ധമാക്കി, ഗൃഹത്തിലും തളിച്ച് ശുദ്ധമാക്കുക. ആദ്യം ശരീരശുദ്ധി വരുത്തിക്കൊണ്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ദേവി ഒരു മാർഗം ഉണ്ടാക്കിത്തരും. ഇതിൻ്റെയൊക്കെ ഒരു വിൽപ്പനയിലുള്ള തടസ്സവും ഒക്കെ അങ്ങോട്ട് നീക്കിത്തരും എന്നുള്ളതിൽ സംശയം വേണ്ട. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. കാരണം വിനോദം കൊണ്ട് പഠനകാര്യങ്ങളിൽ തടസ്സം വരാം. കൂട്ടുകെട്ട് കൊണ്ട്
കൊണ്ട് പഠന കാര്യങ്ങളിൽ തടസ്സം വരാം. ഇതൊക്കെ ഈ ഗ്രഹസ്ഥിതി സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് കഴിയുന്നതും പഠന കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുക. കൂട്ടുകെട്ട് കഴിയുന്നതും കുറയ്ക്കുവാനും ശ്രമിക്കേണ്ടതാണ് എന്നുള്ള കാര്യം അറിയുക. പുതിയ ബിസിനസ് ആരംഭിക്കുന്നതൊക്കെ മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുക. പാർട്ട്നേഴ്സിനെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ബിസിനസ് പാർട്ട്നേഴ്സിനെ കൊണ്ട് അവിചാരിതമായിട്ട് ചെറിയ ചില പ്രയാസങ്ങളിലുള്ള ഒരു സൂചന കാണുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ നീക്കുവാനായി വ്യാഴാഴ്ച വ്രതമെടുത്ത് ശ്രീ വിഷ്ണു ക്ഷേത്ര ദർശനം, ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചോളൂ. ദിവസവും ശ്രീകൃഷ്ണ സ്തോത്രം കൂടി ഭക്തിപൂർവ്വം ജപിക്കുക. എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. അതുകൊണ്ട് തന്നെ മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കും. കർക്കിടകം രാശി, പുണർദ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം. വരുമാനം അല്പം കൂടാനൊക്കെയുള്ള ഒരു സാധ്യതയുണ്ടെന്നുള്ളൂ. ഇത് പറയുമ്പോൾ എല്ലാവരും വരുമാനമൊന്നും കൂടിയില്ല, പഴയ കടമൊക്കെ ഇപ്പം തന്നെയുണ്ട്. അത് പലപ്പോഴും നമുക്ക് ബാധ്യതയും കടവും ഒക്കെ ഉള്ളപ്പോൾ വരുമാനം വർദ്ധിച്ചാലും അതിനൊന്നും ഒരു വലിയ പ്രാധാന്യം ഉണ്ടാവില്ല. അധിക പണച്ചെലവ് ഉള്ളവർക്ക്, അതായത് ആവശ്യമില്ലാതെ വെറുതെ പണം ചിലവാക്കുന്നവരുണ്ട്, അവർക്ക് ഇതുപോലെ വരുമാനം വർദ്ധിക്കുകയാണെങ്കിൽ പോലും അവർക്ക് വലുതായിട്ട് അത് അനുഭവവേദ്യമാകില്ല. എന്താ ഇതൊക്കെ സാധാരണഗതിയിൽ കിട്ടാറുള്ളത് തന്നെയല്ലേ. അവിടെ ചിലവ് നിയന്ത്രിക്കാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം അവർക്കറിയില്ല. ഉദാഹരണത്തിന് കർക്കിടകം രാശിയിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട്, ചിലർക്ക് 3 വർഷമായിട്ടും ചിലർക്ക് 6 വർഷമായിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ബാധ്യതയിലേക്ക് പോകുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് FD ഉണ്ടെന്ന്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ അത് റിലീസ് ചെയ്യേണ്ട സാഹചര്യം, ഗോൾഡ് വെച്ച് ചിലപ്പോൾ ലോൺ എടുക്കേണ്ട സാഹചര്യം, ഇതൊക്കെ വന്നിട്ടുണ്ടാകാം കഴിഞ്ഞ കുറേ കാലമായിട്ട്. നമ്മുടെ ഈ സേവിങ്സ് ഒക്കെ അങ്ങോട്ട് പോയല്ലോ എന്ന് ഓർത്തിരിക്കുന്ന പലരും ഈ കർക്കിടകൻ രാശിയിൽ ഉണ്ടാകും. അപ്പം നമ്മൾ നല്ല ഫലം പറഞ്ഞാലും അവർക്ക് അത്രയും അങ്ങോട്ട് അനുഭവേദ്യമാകണമെന്നില്ല. അതങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചിലപ്പോൾ അവർ ചോദിക്കാം. അവിടെ ചെയ്യേണ്ട ഒരു കാര്യം, കർക്കിടകൻ രാശിക്കാർക്ക് അഷ്ടമശനി കൂടി ആയതുകൊണ്ട് ഒരു മാറ്റം, ചെറുതായിട്ടൊരു വക്രം വരുന്നുണ്ട്. അപ്പോൾ എന്നാലും അഷ്ടമശനി കാലത്തിൻ്റെ ഒരു ഫലമായിരിക്കും കൂടുതൽ കാണിക്കുക എന്നുള്ളതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ചെലവിൽ നിയന്ത്രണം പാലിക്കുക. അല്ലെങ്കിൽ ഈ ബാധ്യത പലപ്പോഴും നമ്മളെ പ്രയാസപ്പെടുത്താം എന്നുള്ളതുകൊണ്ടാണ് ചിലവിൽ നിയന്ത്രണം. ഈ രാശിക്കാർക്ക് കഴിഞ്ഞ് കുറേ കാലമായിട്ട് ചിലവിലൊരു നിയന്ത്രണമില്ല, വരുമാനമായിട്ട് കൂടിയതും ഇല്ല, ചിലവ് കൂടുകയും ചെയ്തു, ചില അനാവശ്യ ചിലവുകളും വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് ഇനി ചിലവ് അങ്ങോട്ട് നിയന്ത്രിക്കുക, പൂർണ്ണമായിട്ടും നിയന്ത്രിക്കുക. ഈ വരുന്ന ചില മാസങ്ങളിൽ മെച്ചമുണ്ടാവും. ഇപ്പം തന്നെ അതിൻ്റെ ഒരു സൂചന ലഭിക്കും ഈ വാരം തന്നെ. ആ സൂചനകൾ മെച്ചപ്പെടുത്തുക. എങ്ങനെയാണ് അതുവഴി നമുക്ക് വരുമാനം വർദ്ധിപ്പിക്കുവാൻ കഴിയുക എന്ന് പ്ലാൻ ചെയ്യേണ്ട ഒരു കാലം കൂടിയാണ്. നല്ല സമയം വരുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുകയും എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ റിസൾട്ട്സ് കിട്ടും. നമുക്ക് സമയം അത്ര നല്ലതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലാനിങ് ഒക്കെ കറക്റ്റായിരിക്കും, പക്ഷേ അതിൻ്റെ എക്സിക്യൂഷൻ പാർട്ടിൽ ചെറിയ ഫെയിലിയർ ഉണ്ടാകാം. പ്രണയമോ അല്ലെങ്കിൽ വിവാഹമോ ഒക്കെ നടക്കാം, അല്ലെങ്കിൽ നല്ല സൗഹൃദമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പുതിയൊരു ക്ലബ്ബ് അസോസിയേഷനിലൊക്കെ നമ്മൾ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൗഹൃദം കൊണ്ട് നമുക്ക് ചില പ്രയോജനം, ഹൈ കോൺടാക്ട്സ് കൊണ്ട് പ്രയോജനം, ഇവയ്ക്കുള്ള സാധ്യതയുണ്ട്. വിവാഹ കാര്യങ്ങളിൽ ഇപ്പോഴാണ് മനസ്സ് വയ്ക്കേണ്ടത്. കുറച്ച് കാലമായിട്ട് വിവാഹ കാര്യങ്ങളിൽ തടസ്സമുണ്ടെങ്കിൽ വിവാഹം നടക്കുവാൻ സാധ്യതയുള്ള കാലം ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ജീവശക്തി വർദ്ധിപ്പിക്കുവാനായിട്ട് നാഗക്ഷേത്ര ദർശനം നടത്തിക്കൊള്ളൂ. മണ്ണാറശാല, വെട്ടിക്കോട് ഒക്കെ ഉണ്ടല്ലോ, പാമ്പ് മേക്കാവുണ്ട് അല്ലേ, നാഗമ്പൂഴി മനയുണ്ട്, അവിടെയൊക്കെ ദർശനം നടത്തി ഒരു 5 മുഹൂർത്തം, ഒരു മുഹൂർത്തം 48 മിനിറ്റ്സാണ്, ഒരു 4-5 മണിക്കൂർ അവിടെ നിന്ന് പ്രാർത്ഥിച്ചുള്ളൂ. ഒരു ജീവശക്തി ലഭിക്കും എന്നുള്ളതാണ്. ഇത് ജീവിത വിജയം കരസ്ഥമാക്കുവാനായി സഹായിക്കുകയും ചെയ്യും. ഹയർ എഡ്യൂക്കേഷൻ, വിദേശത്ത് പഠനം, ജോലി, ദൂരദേശത്ത് നിന്ന് വരുമാനം, ഇവയ്ക്കൊക്കെയുള്ള ഒരു ഭാഗ്യമുള്ള സമയം തന്നെയാണ് ഈ വാരം എന്ന് പ്രത്യേകിച്ച് അറിയാം. ഈ ബാധ്യതയുള്ളവർ നേരത്തെ പറഞ്ഞതുപോലെ നിയന്ത്രണം പാലിച്ച് മുന്നോട്ട് പോവുകയും അവർ കഴിയുന്നതും ദിവസവും ദേവീക്ഷേത്ര ദർശനം നടത്തിയ ഒരു മുഹൂർത്തകാലം അവിടെ നിന്ന് പ്രാർത്ഥിക്കാം എന്നുണ്ടെങ്കിൽ പല പ്രയാസങ്ങളും സാമ്പത്തികമായിട്ടുള്ളത് നീങ്ങിപ്പോകും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. ചിങ്ങം രാശി, മകം, പൂരം, ഉത്രമാദ്യത്തെ കാൽഭാഗം. കുറച്ച് അലച്ചിലൊക്കെ ഉണ്ടാകാം. നമ്മുടെ ശ്രമത്തിനനുസരിച്ചിട്ടുള്ള റിസൾട്ട്സ് കിട്ടുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് ഞാൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ഒരു റിസൾട്ട് ഇങ്ങോട്ട് വരുന്നില്ല, അല്ലെങ്കിൽ മാർക്സ് കുറഞ്ഞു പോയല്ലോ ഈ ടേം എക്സാമിനേഷന് എന്നൊക്കെ തോന്നാം. ഈ സെം എക്സാമിനേഷൻ്റെ പെർഫോമൻസ് അത്ര ശരിയായില്ല, അത് കോൺസെൻട്രേഷൻ ലെവൽ കുറയുന്ന ഒരു സമയമാണ്. അപ്പോൾ നമ്മൾ വർദ്ധിപ്പിക്കാനുള്ള മാർഗ്ഗങ്ങളാണ് ആരായേണ്ടത്. അവിടെ ഏറ്റവും ആവശ്യമുള്ള യോഗധ്യാനമാണ്. യോഗധ്യാനം നമ്മൾ ശീലിച്ചു കഴിയുമ്പോൾ രാവിലെ 15 മിനിറ്റും രാത്രി 15 മിനിറ്റും ശീലിക്കുക.
ശ്രദ്ധിക്കുക. നമ്മുടെ കോൺസെൻട്രേഷൻ ലെവൽ കൂടും, അക്കാഡമിക്സിൽ നമുക്ക് ബെറ്റർ പെർഫോമൻസ് വരും, നമുക്ക് ബെറ്റർ മാർക്സ് വരും എന്നുള്ളതിൽ സംശയം വേണ്ട. അത് വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, ബിസിനസ് രംഗത്തുള്ളവർക്കും ഈ റൈറ്റ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞൊരു കാര്യമുള്ളൂ. തീരുമാനമെടുക്കുന്നത് ശരിയാകുന്ന രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവ് ഉണ്ടാകണമെങ്കിൽ സരസ്വതി പ്രീതി തന്നെ വേണം, അല്ലേ? നമ്മൾ എന്തെങ്കിലും ഒരു ഡിസിഷൻ മേക്കിംഗ് ഫോൾട്ടി ആയാലും, എന്തിനാ ഡിസിഷൻ കറക്റ്റ് ആയാലും അതിൻ്റെ എക്സിക്യൂഷൻ അല്ലെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി മാറിപ്പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ കാര്യങ്ങൾ ശരിയായിട്ട് വരണമെന്നില്ല. അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ ഫാക്കൽറ്റി ഒന്ന് മെച്ചമാക്കുവാനായി സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഔചിത്യത്തോടുകൂടി നമ്മൾ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഊഷ്മളമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും. അതിന് ശ്രമിക്കേണ്ട ഒരു സമയമാണ്. കാരണം പല ബന്ധങ്ങളിലും നമ്മൾ പറയാറുണ്ടല്ലോ, ചെറിയ ബ്രേക്കപ്പ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, അല്ലെങ്കിൽ വിള്ളൽ വീഴുക. പല ബന്ധങ്ങളിലും നമ്മൾ കുടുംബത്തിനകത്തായാലും ഒക്കെ ഒരു അകൽച്ച വരാം. ആ അകൽച്ചയൊക്കെ പരിഹരിക്കുവാനായിട്ടാണ് ഈ ജപം പറഞ്ഞിട്ടുള്ളത്. അത് സമർപ്പണ മനോഭാവത്തോടെ അനുഷ്ഠിച്ചോളുക. എല്ലാ പ്രയാസങ്ങളും പുതിയ ബിസിനസ് ഒന്നും അത്ര ആരംഭിക്കുവാൻ പറ്റിയ സമയമല്ല. രാത്രികാല സഞ്ചാരവും സോഷ്യലൈസേഷൻ ഒന്ന് കുറയ്ക്കണം. സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യുക. കാരണം ആരോപണ വിധേയനാകുവാനുള്ള സാധ്യതയുണ്ട് എന്നറിഞ്ഞ് മുന്നോട്ട് പോയാൽ പല പ്രയാസങ്ങളും നമുക്ക് മാറ്റിയെടുക്കുവാൻ കഴിയും എന്നുള്ളതിൽ സംശയം വേണ്ട. ദിവസവും സൂര്യസ്തോത്രം, ആദിത്യ സ്തോത്രം ജപിച്ചോളൂ. കിഴക്ക് ദർശനമായിട്ട് സൂര്യൻ ഉദിച്ച ശേഷം ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങളും പൂർണ്ണമായും നീങ്ങി കുടുംബത്തിന് ഐശ്വര്യം ലഭിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. കന്യരാശി ഉത്തരം അവസാനത്തെ 3/4 ഭാഗം, അത്തം ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. ചില തടസ്സങ്ങളൊക്കെ നീങ്ങുന്നതായിട്ട് അല്ലെങ്കിൽ കുറയുന്നതായിട്ട് അനുഭവപ്പെടും. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു വാർത്ത കേൾക്കാനുള്ള ഭാഗ്യമുണ്ട്, ഒരു ലെറ്ററോ ഒരു ഇമെയിലോ ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സിന് അല്പം ഒരു എനർജി വരും. കഴിഞ്ഞ കുറേ കാലമായിട്ട് ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല, ഇപ്പോൾ കാര്യങ്ങളൊക്കെ നടന്നു തുടങ്ങിയല്ലോ, ഈശ്വരാനുഗ്രഹം വന്നു എന്നാണ് തോന്നുന്നത് എന്നുള്ളൊരു വിചാരം ഉണ്ടാകുകയും അങ്ങനെ ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കുവാനും കഴിയുന്ന ഒരു വാരമാണിത് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ബിസിനസ് ഫീൽഡ് ഒക്കെ ഉള്ളവർ ബിസിനസ് ഒന്ന് ബെറ്റർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒന്ന് ഡൈവേഴ്സിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കും, വിപുലീകരിക്കുവാനായിട്ട് ശ്രമിക്കും. അതിനാവശ്യമായിട്ടുള്ള ലോണോ സഹായമോ അല്ലെങ്കിൽ ക്യാഷ് എവിടെ നിന്നെങ്കിലും വരാനുള്ള ഒരു യോഗവുമൊക്കെയുണ്ട്. പുതിയ ലൈസൻസ് ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. വിവാഹാലോചനകൾ വന്നു തുടങ്ങുന്ന ഒരു കാലവും ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ചില പാപജാതകങ്ങൾക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള വിവാഹാലോചനകൾ വരുന്ന ഒരു വാരമാണെന്നും പ്രത്യേകിച്ചറിയാം. ജീവിത പങ്കാളിയെ കണ്ടുമുട്ടുവാനോ അല്ലെങ്കിൽ ബിസിനസ് ഒരു പങ്കാളിത്തത്തിനോ ഒക്കെയുള്ള ഭാഗ്യമുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പരിചയം ഒരു പക്ഷേ പ്രണയത്തിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ട്രെയിനിൽ ഒരാളെ പരിചയപ്പെടുന്നു, ബിസിനസ്സിൽ ഈ ബിക്കംസ് അവർ പാർട്ട്ണർ. അങ്ങനെയൊക്കെ ഒരു ഫ്ലൈറ്റിൽ ഒരാളെ പരിചയപ്പെടുന്നു, ഈ ബിക്കംസ് അവർ പാർട്ട്ണർ. അപ്പോൾ ആ രീതിയിൽ നമുക്കൊരു ഉയർച്ചയ്ക്കുള്ളൊരു സാധ്യതയുമൊക്കെ ഈ വാരം കാണുന്നുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. പൊതുവെ അനുഭവപ്പെട്ടിരുന്ന കോമ്പറ്റേറ്റീവ് എക്സാംസ്, അതിൻ്റെ റിസൾട്ട്സ്, നമ്മുടെ റാങ്ക് ഒന്ന് അല്പം താഴേക്കാവുക, ഇങ്ങനെയുള്ളൊരവസ്ഥയൊക്കെ മാറി അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഒരുങ്ങി വരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും എന്നുള്ളതുകൊണ്ട് ഇക്കാലം തടസ്സങ്ങളൊക്കെ നീക്കേണ്ടത് അത്യാവശ്യം. അതിനായിട്ട് ശ്രീകൃഷ്ണ പ്രീതിയാണ് വരുത്തേണ്ടത്. വ്യാഴാഴ്ചകളിൽ വ്രതമെടുത്ത് ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുക. അവിടെ ഒരു 48 മിനിറ്റ് അവിടെ നിന്ന് പ്രാർത്ഥിക്കുക. അവിടെ ഒരു പുഷ്പാഞ്ജലി കൂടി കഴിപ്പിച്ചോളൂ. കഴിയുമെങ്കിൽ എല്ലാ പ്രയാസങ്ങളും നീക്കിത്തരും ഭഗവാൻ കൂടെ ഉണ്ടാകും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. തുലാം രാശി ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യത്തെ 3/4 ഭാഗം. ജോലിയിൽ ഒരുപക്ഷെ ഒരു പെർമനൻസി, സ്ഥിരത പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കും. പക്ഷേ അതിൻ്റെ ഓർഡേഴ്സോ തീരുമാനങ്ങളോ ഒക്കെ വൈകുവാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് അല്പം ഒരു ടെൻഷൻ വരാം. ഈ ടെൻഷനൊക്കെ അങ്ങോട്ട് മാറുവാനായിട്ട് ചെയ്യേണ്ട കാര്യം ദേവീ സ്തോത്രം ജപിക്കുക എന്നുള്ളതാണ്. സാമ്പത്തികമായിട്ട് അല്പം ഒരു ടൈറ്റ് ഫീലിംഗ് വരാം. അതായത് ചിലവ് വർദ്ധിക്കാനും എന്നാൽ വരുമാനം അത്ര അങ്ങോട്ട് വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കുറയുന്ന ഒരു വാരമാണ് എന്നുള്ളതാണ്. നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന അല്പം പണമൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഒന്ന്
പെട്ടെന്ന് ഡിലേ വരാം. നമ്മളിപ്പോൾ ഇൻക്രിമെൻറ്റോ അരിയേഴ്സോ ഒക്കെ പ്രതീക്ഷിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിലൊരു തടസ്സം വരാം. അപ്പോൾ അതുകൊണ്ട് മനസ്സിനൊരു ടെൻഷൻ, നമ്മൾ പല കാര്യവും ചിലവാക്കുവാൻ ഉദ്ദേശിച്ചത് നല്ലതാണ്, പണം അങ്ങോട്ട് കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു വിഷമമുണ്ടാകാം. വിഷമിക്കാനൊന്നും തന്നെയില്ല, തടസ്സങ്ങളൊക്കെ പൂർണ്ണമായിട്ടും നീങ്ങും. അതിനായിട്ടൊരു പ്രാർത്ഥന ഇവിടെ പറയാം. അതുപോലെ വിവാഹ കാര്യങ്ങളിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള റെസ്പോൺസ് വരണമെന്നില്ല. ഇങ്ങോട്ട് വന്ന് ചോദിച്ചവരുടെ പോലും ചിലപ്പോൾ മറുപടി ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അങ്ങനെ ചില ടെൻഷൻസ് കൂടി വരാം. പിന്നെ ഗൃഹത്തിൽ അഭിപ്രായ വ്യത്യാസം വരാതെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. സംസാരം ഒന്ന് നിയന്ത്രിക്കുക, അത് വളരെ പ്രധാനമാണ്. ഓഫീസിലുമൊക്കെ ചെറിയ ടെൻഷൻസോ അല്ലെങ്കിൽ പ്രമോഷൻ ഒക്കെ അല്പം ഒന്ന് വൈകുന്നത് കൊണ്ടുണ്ടാകുന്ന ടെൻഷൻസോ ഒക്കെ തന്നെയും വരാം. ദേവീക്ഷേത്ര ദർശനം നടത്തുക, അതായത് വെള്ളിയാഴ്ചകളിൽ പ്രത്യേകിച്ചും ദേവീക്ഷേത്ര ദർശനം നടത്തുക. അന്നപൂർണേശ്വരി സ്തോത്രം ഭക്തിപൂർവ്വം കിഴക്ക് ദർശനമായിട്ട് ജപിച്ചോളുക. സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ നീങ്ങി ദേവി എല്ലാ കാര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള ഒരു വഴി കാണിച്ചു തരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. വൃശ്ചികം രാശി, വിശാഖം അവസാനത്തെ കാൽഭാഗം, അനീഴം, തൃക്കേട്ട. പല കാര്യങ്ങളിലും അനുഭവപ്പെട്ടിരുന്ന ഒരു തടസ്സം കുറയുന്നതായിട്ടോ പൂർണ്ണമായി നീങ്ങിയതായിട്ടോ അനുഭവപ്പെടാം. അതായത് ബിസിനസ്സിൽ ഒരു പുതിയ ബിസിനസ് ആരംഭിക്കുന്നു, അതിൻ്റെ ലോൺ സാങ്ഷൻ ആ തടസ്സം അങ്ങോട്ട് നീങ്ങിയതായിട്ടുള്ള സൂചനകൾ ലഭിക്കാം. അതുപോലെ ബിസിനസ്സിന് ആവശ്യമുള്ള ഒരു ലൈസൻസ്, അതിൻ്റെ തടസ്സങ്ങളും നീങ്ങി ലൈസൻസ് ലഭിക്കുവാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാകാനുള്ള ഒരു യോഗമുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞോളൂ. വിവാഹകാര്യം ഇപ്പം അന്വേഷിച്ചോളൂ. ചൊവ്വാദോഷമൊക്കെയുള്ള പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും അവർക്ക് വിവാഹാലോചനകളൊന്ന് ശക്തമാക്കേണ്ട സമയമാണ്. വിവാഹ നിശ്ചയമോ വിവാഹമൊക്കെ നടക്കുവാൻ, അല്ലെങ്കിൽ വിവാഹാലോചനകൾ ധാരാളം വരുവാനുള്ള ഭാഗ്യമുണ്ട്. ദൂരദേശത്ത് നിന്ന് നല്ല വാർത്ത കേൾക്കുവാനുള്ള യോഗം, അവിടെ നിന്ന് പണമോ കോസ്റ്റ്ലി പ്രസൻസോ ഒക്കെ ലഭിക്കുവാനുള്ള യോഗമുണ്ട്. വിദേശ ജോലിക്ക് ആഗ്രഹിക്കുന്നവർക്ക് അതും തരപ്പെടുന്ന ഒരു സമയമാണ്. ഓർഡേഴ്സ് കിട്ടിയില്ലെങ്കിൽ പോലും അതൊക്കെ ഒന്ന് ശരിയാകുന്നുള്ള ഒരു സൂചനയെങ്കിലും ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട്. ഹയർ എഡ്യൂക്കേഷനുള്ള യോഗവും കാണുന്നു. വിദ്യാർത്ഥികൾക്ക് വിദേശയാത്ര, വിദേശ ധനം വരാനുള്ള ഭാഗ്യം, വിദേശത്ത് ജോലി, ഇവയ്ക്കൊക്കെയുള്ള ഒരു സാഹചര്യവും ഒരുങ്ങി വരുന്നുണ്ട് എന്നുള്ള കാര്യം അറിയാം. ചില അനുകൂലമായിട്ടുള്ള ഫലസൂചനകൾ ഏറിയിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഇതിലെ തടസ്സങ്ങൾ നീക്കുവാനായി ചൊവ്വാപ്രീതിയും ഭദ്രകാളി പ്രീതിയും വരുത്തുക. അടുത്ത ഭദ്രാക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന ചൊവ്വാഴ്ച കഴിപ്പിച്ച് ഭദ്രകാളി സ്തോത്രം ജപിച്ചോളൂ. അനുകൂലമായിട്ടുള്ള ഫലങ്ങളിലെ തടസ്സങ്ങളൊക്കെ നീങ്ങും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. സാഹചര്യം അനുകൂലമായി വരും. ഭദ്രകാളി ദേവി അതിനുള്ള സാഹചര്യം ഉണ്ടാക്കിത്തരും എന്നുള്ളതിൽ സംശയം വേണ്ട. പഴയ ബാധ്യതകളുള്ളവർ ഈ പ്രാർത്ഥന പറഞ്ഞ കൂടുതൽ ജപിക്കുക. അപ്പോഴേക്കും ഫലപ്രാപ്തി ഉണ്ടാകും. ബാധ്യത കുറയ്ക്കുവാനായിട്ടുള്ളൊരു സാഹചര്യവും ദേവി ഉണ്ടാക്കിത്തരും എന്നുള്ളതിൽ സംശയം വേണ്ട. ബിസിനസ് ഒന്ന് ഡൈവേഴ്സിഫൈ ചെയ്യാൻ, ഒന്ന് എക്സ്പാൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യമൊക്കെ ഒരുങ്ങി വരും. അതിനായിട്ട് ലോൺ ക്രെഡിറ്റ് സൗകര്യങ്ങളൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിയുക. അങ്ങനെ പ്രാർത്ഥന കൊണ്ട് തടസ്സങ്ങൾ നീങ്ങി ഗൃഹത്തിൽ സമാധാനവും സന്തോഷവും വരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ ജോലി അപ്ലൈ ചെയ്തിട്ട് നമ്മൾ റിപ്ലൈ പ്രതീക്ഷിക്കുമ്പോൾ അതിലൊരു ഡിലേ ഫാക്ടറൊക്കെ വരാം. ഇപ്പോൾ ജോലി മാറുന്ന കാര്യം ശരിയാവുമോ എന്നൊക്കെയുള്ളൊരു ടെൻഷൻ വരുന്നതുകൊണ്ട് ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിൽ പോലും ഒരു താല്പര്യക്കുറവ് വരാം. ജോലിക്ക് ആപ്ലിക്കേഷനൊക്കെ തീർച്ചയായിട്ടും അയക്കാം. പൂർണ്ണമായിട്ടും അനുകൂലമല്ലായിട്ടുള്ളൊരു സമയമാണെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ശനി കൊണ്ടുള്ള 7.5 ശനി എന്നൊക്കെ നമ്മൾ ഉണ്ടായിരുന്ന അതിൻ്റെ പ്രയാസങ്ങളൊക്കെ കുറഞ്ഞു കഴിഞ്ഞു. അത് ഏതാണ്ട് പൂർണ്ണമായിട്ടും മാറിക്കഴിഞ്ഞു എന്നുള്ളതുകൊണ്ട് തടസ്സങ്ങളൊക്കെ തീർച്ചയായിട്ടും നീങ്ങിപ്പോകും. ട്രൈ ഫോർ എ ഗുഡ് ജോബ്. ഇപ്പോൾ നല്ലൊരു ജോലിക്ക് ശ്രമിക്കുക, തീർച്ചയായിട്ടും ലഭിക്കാനുള്ളൊരു ഭാഗ്യമുണ്ട്. ദൈവാധീനം ഒന്ന് വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ചില പരിഹാരങ്ങൾ കൂടി അനുഷ്ഠിക്കണം. വിവാഹ കാര്യങ്ങളിലും നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള റെസ്പോൺസ് വരാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ പൂർണ്ണമായും കാണുന്നില്ല എന്നുള്ളതാണ്. ചില പ്രത്യേക പ്രാർത്ഥന വിവാഹ കാര്യങ്ങളിലെ തടസ്സങ്ങൾ നീക്കുവാനായിട്ട് വേണം. അതായത് തിങ്കളാഴ്ച വ്രതമെടുക്കുക, മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് തിങ്കളാഴ്ച വ്രതമെടുക്കുക. ദിവസവും ശിവസ്തോത്രം ജപിച്ചുകൊണ്ട് ശിവക്ഷേത്ര ദർശനം തിങ്കളാഴ്ചകളിൽ നടത്തി ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് 18 പ്രാവശ്യമെങ്കിലും ജപിക്കുക.
ശിവസ്തോത്രം. എല്ലാ പ്രയാസങ്ങളും നീങ്ങും, വിവാഹകാര്യത്തിലെ തടസ്സം നീങ്ങും എന്ന് മാത്രമല്ല, സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ കുടുംബത്തിലുണ്ടെങ്കിൽ അത് ഒക്കെ നമുക്ക് അതിജീവിക്കുവാനുള്ളൊരു മാർഗം മഹാദേവൻ ഉണ്ടാക്കി തരും എന്നുള്ളതിലും സംശയം വേണ്ട. രാശിയിൽ ജനിച്ചവരുടെ കുട്ടികൾക്ക് ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളൊരു കാലമാണ്. അതും ഈ പ്രാർത്ഥന കൊണ്ട് പൂർണ്ണമായും പരിഹരിക്കപ്പെടും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. മകരം രാശി, ഉത്രാട അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം. പല കാര്യങ്ങളിലും ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു സമയമാണ്. ദൂരയാത്ര, വിദേശയാത്രയൊക്കെ പ്ലാൻ ചെയ്യുന്ന ഒരു സമയമാണെന്നും പ്രത്യേകിച്ചറിയാം. ആഡംബരങ്ങൾക്കൊക്കെ ഒരു താല്പര്യം വരും. നല്ലൊരു ഡ്രസ്സ് വാങ്ങാം എന്നൊക്കെ തോന്നും. അധികം പണം കയ്യിലില്ലെങ്കിൽ പോലും അങ്ങനെയുള്ള തോന്നുന്നത്. ഒരു ഫ്ലാറ്റ് വാങ്ങിയാൽ എന്താ, നമ്മുടെ വാഹനം ഒന്ന് എക്സ്ചേഞ്ച് ചെയ്താൽ എന്താ എന്നൊക്കെ തോന്നുന്ന ഒരു സമയമാണ്. ഒരു ഓപ്പൺ മൈൻഡഡ്നെസ്സും കൂടുതൽ ആഗ്രഹങ്ങൾ നടപ്പാക്കുവാനുള്ളൊരു താല്പര്യവും വന്നു ചേരുന്ന ഒരു സമയമാണ്, വാരമാണെന്ന് പ്രത്യേകിച്ച് അറിയുക. കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ക്യാഷ് സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു നിയന്ത്രണം വേണം. കൂടുതൽ കാശ് ആവശ്യം വരുന്ന ഒരു കാലം ആരംഭിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് അല്പം പണം കരുതി വയ്ക്കുക എന്നുള്ളതാണ്. കുടുംബത്തിൽ ആർക്കെങ്കിലും ചെറിയ ആരോഗ്യ പ്രയാസങ്ങളോ അല്ലെങ്കിൽ അഡീഷണൽ എക്സ്പെൻസ്, അത് കുട്ടികളുടെ വിദ്യാഭ്യാസമാകാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ദൂരയാത്രയും വിദേശയാത്രയും പിക്നിക്കും ഒക്കെ ആകാം, അല്ലെങ്കിൽ തീർത്ഥാടനമാകാം, ഇതിനൊക്കെ പണം ആവശ്യമായി വരുന്ന ഒരു സമയമാണ്, വാരമാണ് എന്നുള്ളതുകൊണ്ടാണ് അല്പം പണം മാറ്റി വയ്ക്കുവാനായിട്ട് ഇവിടെ പറഞ്ഞത്. പൊതുവേ ഭാഗ്യം ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചെറിയ നേട്ടങ്ങൾ, ഇപ്പോൾ ചിട്ടി വഴിയൊക്കെ വരുമാനം വരാനുള്ള സാധ്യത ഈ വാരം കാണുന്നു. അല്ലെങ്കിൽ ഓഫീസിൽ എന്തെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ള അരിയേഴ്സ് വരാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാമ്പത്തികമായിട്ട് അല്പം മെച്ചമാകുന്ന ഒരു സാഹചര്യവും കാണുന്നുണ്ട്. അനുകൂലമായിട്ടുള്ള ഈ ഫലങ്ങളിലെ തടസ്സങ്ങൾ നീക്കുവാനും വൈകാരികമായിട്ടുള്ള പ്രയാസങ്ങൾ കുറയ്ക്കുവാനുമായിട്ട് പ്രണമ്യ ശിരസാ ദേവം ഗൗരീപുത്രം വിനായകം, ഈ ഗണപതി സ്തോത്രം ഭക്തിപൂർവ്വം ജപിച്ചോളുക. നമ്മുടെ മനസ്സുകൊണ്ടുള്ള ടെൻഷനും ദുഃഖവും ഒക്കെ നീങ്ങുകയും നമ്മുടെ പ്രവൃത്തി ഊർജ്ജസ്വലതയോടുകൂടി നിർവഹിക്കുവാനുള്ള ഒരു സാഹചര്യവും ഒരുങ്ങി വരും ഈ പ്രാർത്ഥന കൊണ്ട് എന്ന് പ്രത്യേകിച്ചറിയുക. സന്തോഷമായിരിക്കുക. കുംഭം രാശി, അവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം പുനരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ടെൻഷൻസ് വരാം. ചിലപ്പോൾ ഒരു പക്ഷേ ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങളോ പ്രൊഫഷണലായിട്ടുള്ള ടെൻഷൻസോ ഒക്കെ വരുന്ന ഒരു സമയമാണ്. ഒരു പക്ഷേ സീനിയറായിട്ടുള്ള മെമ്പേഴ്സിൻ്റെ ആരോഗ്യ സ്ഥിതിയിൽ ചെറിയ പ്രയാസങ്ങൾ വരാം. പക്ഷെ ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. പ്രാർത്ഥന കൊണ്ട് ഈ പ്രയാസങ്ങളൊക്കെ നീക്കുവാൻ കഴിയും. അടുത്ത ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ 108 കലശം ജലധാര അല്ലെങ്കിൽ ജലധാര, ഓരോ ക്ഷേത്രത്തിലും ഓരോ റെഫറൻസാണ്, ജലധാര അല്ലെങ്കിൽ 108 കഴിപ്പിച്ച് സഹസ്രനാമാർച്ചനയും മൃത്യുഞ്ജയ ഹോമവും അല്ലെങ്കിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും കഴിപ്പിച്ച് മുന്നോട്ട് പോകുക. ഇങ്ങനെയുള്ള ആരോഗ്യ പ്രയാസങ്ങൾ കുടുംബത്തിൽ ആർക്കെങ്കിലും, സ്വന്തം ആരോഗ്യത്തിലും ഒരു ശ്രദ്ധ വേണം. ഈ പരിഹാരം കൊണ്ട്, ശിവപ്രീതി കൊണ്ട്, മഹാദേവ പ്രീതി കൊണ്ട്, ഈ ജപം കൊണ്ട് പൂർണ്ണമായിട്ടും പ്രയാസങ്ങൾ നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. ശിവാഷ്ടോത്തര ശതനാമാവലി അല്ലെങ്കിൽ ശിവസ്തോത്രം ജപിക്കുക. അത് അറിയില്ലാത്തവർ, അത് ജപിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ചെയ്യേണ്ട കാര്യം ഓം നമഃ ശിവായ എന്നുള്ള ആ മന്ത്രം ഭക്തിപൂർവ്വം ദിവസവും 108 പ്രാവശ്യം ജപിക്കുക. മഹാദേവൻ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും രക്ഷിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. പുതിയ ബിസിനസ് ആരംഭിക്കുന്നതൊക്കെ മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുക. എന്ന് മാത്രമല്ല, ഇപ്പോഴത്തെ ബിസിനസ്സിൽ കൂടുതൽ അഡിഷൻസ് ഡൈവേഴ്സിഫൈ ചെയ്യുക അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യുക, അതിനെക്കുറിച്ചുള്ള ചിന്തയൊക്കെ തൽക്കാലം ഒന്ന് മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത്. സ്ഥാനചലനം കാണുന്നു എന്നുള്ളതാണ്. ദൂരദേശത്തേക്ക് യാത്ര ചെയ്യാനോ യാത്രയിൽ അധിക പണച്ചെലവ് വരാനോ പിതൃസ്ഥാനീയർക്ക് അല്ലെങ്കിൽ അച്ഛൻ്റെ ബന്ധുക്കൾക്ക് ചെറിയ ആരോഗ്യ പ്രയാസങ്ങൾ വരുവാനോ ഒക്കെ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. ഇതിന് പരിഹാരമായിട്ട് നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ആദിത്യന് പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. ആദിത്യ ഹൃദയ സ്തോത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ്. ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങളും പൊതുവെയുള്ള തടസ്സങ്ങളും ഒക്കെ തന്നെയും ആദിത്യ ഹൃദയ സ്തോത്ര ജപം നീക്കിത്തരും അല്ലെങ്കിൽ കുറച്ചു തരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. മീനം രാശി, പൂരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രിട്ടാതി രേവതി.
ഈ രാശിയിൽ ജനിച്ചവരുടെ കുട്ടികളെ കൊണ്ട് ചെറിയ നേട്ടങ്ങൾ, അവരുടെ ജോലിയിലൊരു സ്ഥിരത, അല്ലെങ്കിൽ അവരുടെ വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനം, അവർക്ക് അപ്രതീക്ഷിതമായിട്ട് അല്പം പണം ലഭിക്കുക. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ അല്പം ഒരു സന്തോഷവും ആഘോഷവും ഒക്കെ വരാനുള്ള സാധ്യത ഏറെയാണ്. എന്നാൽ ആരോഗ്യപരമായിട്ട് ചെറിയ പ്രയാസങ്ങൾക്കുള്ള സാധ്യത, അലർജിക് കണ്ടീഷൻ, സ്കിൻ ട്രബിൾസ്, ഇതൊക്കെ വരുവാനുള്ള സാധ്യത ഈ വാരം കാണുന്നു എന്നുള്ളതുകൊണ്ട് നാഗപ്രീതി വരുത്തുക. അടുത്ത ക്ഷേത്രത്തിലെ നാഗർക്ക് മാസം തോറും ആയില്യത്തിന് 100 പാലും സമർപ്പിക്കുക. പ്രധാനപ്പെട്ട നാഗക്ഷേത്ര ദർശനം, അതായത് പാമ്പുമേക്കാവ്, വെട്ടിക്കോട്, മണ്ണാറശാല, നാഗദമ്മൻ കോവിൽ, ഈ ക്ഷേത്ര ദർശനം നമ്മുടെ ജീവശക്തി വർദ്ധിപ്പിക്കുവാൻ സഹായിക്കും. സൂക്ഷ്മ ശരീര പ്രവേശം എന്ന് പറയും. നാഗ ചൈതന്യം സൂക്ഷ്മ ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ നമുക്കൊരു ഊർജ്ജസ്വലത വരും. നമുക്ക് കാര്യങ്ങളെ വളരെ സംയമനത്തോടുകൂടി കാണുവാനും അത് വിജയത്തിൽ എത്തിക്കുവാനും കഴിയുമെന്നുള്ളതിൽ സംശയം വേണ്ട. ശ്രീ നാഗരാജ അഷ്ടോത്തര ശതനാമാവലി ദിവസവും ഭക്തിപൂർവ്വം കിഴക്ക് ദർശനമായിട്ട് ജപിക്കുകയും നാഗപ്രതിഷ്ഠയുള്ള അടുത്ത മഹാക്ഷേത്രത്തിൽ കഴിയുന്നതും ദിവസവും ദർശനം നടത്തി ശ്രീ നാഗരാജാവ്, നാഗയക്ഷി, നാഗചാമുണ്ഡി സങ്കല്പത്തിൽ ജപിച്ചോളുക. തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ തന്നെയും നീക്കുവാൻ ശ്രീ നാഗരാജാവ് സഹായിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. പ്രണയിക്കുവാനുള്ള സാധ്യതയുണ്ട്. യങ്സ്റ്റേഴ്സും ആ മൈൻഡ് സെറ്റുള്ളവർ, ഈ പ്രണയിക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരും അങ്ങോട്ട് പ്രണയിക്കുന്നുള്ളതല്ല, ആ ഏജ് ഗ്രൂപ്പിലുള്ളവരും ആ മൈൻഡ് സെറ്റ് ഉള്ളവർക്കും അതിലൊരു ബൂസ്റ്റ് ഉണ്ടാവുകയും അവർ പ്രണയിക്കുവാനുള്ള സാധ്യതയും ഏറെയായിട്ട് വരും എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വിദ്യാർത്ഥികൾ കോഴ്സ് മാറാനുള്ള ഒരു താല്പര്യം പ്രകടിപ്പിക്കുകയോ ഈ കോഴ്സ് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ തോന്നിക്കാം, അല്ലെങ്കിൽ തോന്നാം. ആ പ്രയാസങ്ങളൊക്കെ നീക്കുവാനും ബുദ്ധിയൊന്ന് ബ്രൈറ്റ് ആക്കുവാനുമായിട്ട് ആദിത്യ ഹൃദയ സ്തോത്രം ജപിച്ചോളൂ. ജയതു ജയതു സൂര്യം സപ്തലോകൈകദീപം കിരണശമിത പാപം ക്ലേശദുഃഖസ്യ നാശം അരുണനിഗമഗമ്യം ചാദിമാദിത്യമൂർത്തിം സകലഭുവനവന്ദ്യം ഭാസ്കരം തം നമാമി. തതോ യുദ്ധപരിശ്രാന്തം സമരേ ചിന്തയാസ്ഥിതം രാവണം ചാഗ്രതോ ദൃഷ്ട്വാ യുദ്ധായ സമുപസ്ഥിതം. ഇങ്ങനെ പോകുന്നു ആദിത്യ ഹൃദയസ്തോത്രം. ഭക്തിയോടെ കിഴക്ക് ദർശനമായിട്ട് ജപിച്ചോളൂ. പ്രയാസങ്ങളൊക്കെ ആദിത്യ ഭഗവാൻ നീക്കിത്തരും എന്ന് മാത്രമല്ല ഊർജ്ജസ്വലത നൽകും ശരീരത്തിന്. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ അങ്ങോട്ട് കുറയോ പൂർണ്ണമായിട്ടും അങ്ങോട്ട് നീങ്ങിപ്പോകും. ഒരു ഉണർവ് മനസ്സിന് ലഭിക്കും എന്നുള്ളതുകൊണ്ട് എല്ലാവരോടുമുള്ള പെരുമാറ്റത്തിലൊരു ഊഷ്മളതയും അതുകൊണ്ട് തന്നെ കുടുംബത്തിനകത്തും പുറത്തുമൊക്കെ അംഗീകാരവും ഒക്കെ ലഭിക്കുവാനുള്ളൊരു ഭാഗ്യം ഒരുങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. ചിലവുകളൊന്ന് കുറച്ചോളൂ. പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുക. ഈ പ്രാർത്ഥന ജീവിത വിജയം ഉണ്ടാക്കിത്തരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. 12 രാശികളിലായി വരുന്ന 27 നക്ഷത്രക്കാരുടെ ഫലസൂചനകൾ, വിശദമായിട്ടുള്ള പരിഹാര നിർദ്ദേശങ്ങളും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി കത്തുകളാണ്, അതായത് മെയിൽസിലേക്ക് കിടക്കാം. ധാരാളം മെയിൽസ് വരുന്നുണ്ട്. മെയിൽ അയക്കുന്നവർ ജനിച്ച ഡേറ്റ്, മാസം, വർഷം, സമയം, സ്ഥലം ഇവ ഉൾപ്പെടുത്തിയിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ എവിടെ നിന്നാണ് മെയിൽ പോസ്റ്റ് ചെയ്യുന്നത് എന്നുകൂടി ഒന്നറിയിക്കുക. ഡിസ്ട്രിക്റ്റ് പറഞ്ഞാൽ ധാരാളം മതിയാകുന്നതാണ്. ഇനി ചിലരൊക്കെ പ്രോഗ്രാം ഇഷ്ടപ്പെടുന്നുണ്ട്, നമസ്കാരം, താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മിസ്സസ് മനോജ് പറഞ്ഞിരിക്കുന്ന ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പൂയം നക്ഷത്രമാണ് മിസ്റ്റർ മനോജ്. ദുബായ് കമ്പനീസിൽ വർക്ക് ചെയ്യുകയായിരുന്നു. കമ്പനീസൊക്കെ കൊളാപ്സ് ചെയ്തു. 4 വർഷമായിട്ട് ജോലിയില്ല. പിന്നെ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇത് മാറും. ആരോഗ്യ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും മാറും. ഇപ്പോൾ തന്നെ അതിൽ കുറവ്, ആദ്യം ഒരു ടെൻഷൻ ഉണ്ടാക്കും, അത് കഴിഞ്ഞിട്ട് അതങ്ങോട്ട് കുറഞ്ഞോളും. റിക്വയർഡ് ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ എടുക്കേണ്ട സമയമാണ്. ആ ട്രീറ്റ്മെൻറ്റ് വിജയിക്കുവാനുള്ളൊരു ഭാഗ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആരോഗ്യ പ്രയാസങ്ങൾ പൂർണ്ണമായിട്ട് നീങ്ങും. ഇത് മാത്രമല്ല, സാമ്പത്തികമായിട്ട് വരുന്ന 6 മാസത്തിനകം തന്നെ പൂയം നക്ഷത്രമാണ്, ചാരവശാല അനുകൂലമായിട്ടുള്ള സമയമാണ്. ഇവിടെ രാശിയിലും അനുകൂല ഫലങ്ങൾ കാണിക്കുന്നു എന്നുള്ളതുകൊണ്ട് വരുന്ന 6 മാസത്തിനകം സാമ്പത്തികമായി മെച്ചപ്പെടുക എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് പ്രശ്നങ്ങൾ മാറുന്നുള്ളതല്ല. ഇപ്പോൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ജോലിക്കുള്ള ഭാഗ്യമുണ്ട്. അപ്പോൾ അതുവഴി സാമ്പത്തികമായിട്ട് മെച്ചമായിട്ടുള്ള ഒരു അവസ്ഥയും ഇപ്പോഴുള്ള ചെറിയ ബാധ്യതയോ പ്രയാസമോ നമ്മൾ പല കാര്യങ്ങളും ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടാവും. അതിനൊക്കെ ആവശ്യമായിട്ടുള്ള പണം വന്നു ചേരാനുള്ള യോഗവുമുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. സന്തോഷമായിരിക്കുക. ഇപ്പോൾ ദേവീക്ഷേത്ര ദർശനം നടത്തിക്കോളൂ. ദേവീ സ്തോത്രം മുടങ്ങാതെ ജപിക്കേണ്ടത് അത്യാവശ്യം എന്നുള്ള കാര്യവും അറിയുക. ഒരു ദിവസം പോലും മുടക്കാതെ മഹാലക്ഷ്മി സ്തോത്രം ജപിച്ചോളൂ. എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരും. പിന്നെ പ്രോഗ്രാം ഇഷ്ടപ്പെടുന്നു, നമസ്കാരം എന്നൊക്കെ പറഞ്ഞവർ ശ്രീ വിനോദ്, ശ്രീ സതീഷ്,
ശ്രീ അഗസ്റ്റിൻ, ശ്രീ സേതു, സൗഭാഗ്യവതി, ധന്യ, ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ഒരാൾ, സതീഷ് കുമാർ, ധനു, സുരേന്ദ്രൻ, ഉഷ, അങ്ങനെ റിതേഷ്, ഇങ്ങനെ ധാരാളം പേര് മെയിൽ ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാ പ്രയാസങ്ങളും നീങ്ങി ഐശ്വര്യവും സന്തോഷവും സമാധാനവും ആരോഗ്യവും ലഭിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇനിയും പ്രോഗ്രാം കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. വളരെ സന്തോഷം കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിൽ. ഇനി അടുത്ത മെയിൽ ശ്രീ ദേവദാസൻ പൂരം. ജനനവിവരങ്ങളൊന്നും തന്നെയില്ല. അപ്പോൾ നമുക്ക് ലഭിച്ച അറിവ് അനുസരിച്ച് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് പണച്ചെലവും ഒരു പക്ഷേ കുറച്ച് ബാധ്യതയോ ഒക്കെ വന്നിട്ടുണ്ടാവും. അത് മനസ്സിനെ വളരെയധികം വിഷമിപ്പിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. പൊതുവെ വൈകാരികമായിട്ടുള്ള പ്രയാസങ്ങളും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് മഹാലക്ഷ്മി സ്തോത്രം ദിവസവും ജപിച്ചോളൂ. നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ എന്നുള്ള ആ സ്തോത്രം ഭക്തിപൂർവ്വം ദിവസവും 9 പ്രാവശ്യം ജപിക്കണം. വെള്ളിയാഴ്ചകളിൽ 18 പ്രാവശ്യം ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്നുള്ളതിൽ, സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ ആദ്യം തന്നെ നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. ശ്രീമതി അനിത ഗൗരി, ആയില്യ നക്ഷത്രം. എന്താ അറിയേണ്ടത് എന്നുള്ള കാര്യം സമയമില്ല, ഞാൻ സമയം കൊടുത്തിട്ടില്ല. അപ്പോൾ എന്താ അറിയേണ്ടതെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. ചെറിയ കുട്ടി ആയതുകൊണ്ട് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഇപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം മടിയൊക്കെ വരാം, ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ ഏറിയിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സരസ്വതി സ്തോത്രം ജപിച്ചോളൂ. ദിവസവും കിഴക്ക് ദർശനമായിട്ട് പഠന കാര്യങ്ങളിൽ ഉയർച്ച വരും. ശാസ്ത്ര സാഹിത്യം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ താല്പര്യം ഉണ്ടാകും എന്ന് കാണുന്നു. മെഡിക്കൽ ഫീൽഡ് അത്ര അനുയോജ്യമായി കാണുന്നില്ല. മെഡിക്കൽ ഫീൽഡാണെങ്കിൽ നഴ്സിംഗ്, അങ്ങനെയുള്ള ലബോറട്ടറി ടെക്നീഷ്യൻ, അങ്ങനെയുള്ള കോഴ്സസ് അനുകൂലമാണ്. എൻജിനീയറിംഗ് ആണ് കൂടുതൽ നല്ലത് എന്ന് വെച്ചാൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സയൻസ് ഫീൽഡിൽ വർക്ക് ചെയ്യാനുള്ള സാഹചര്യവും ഒരുങ്ങും. ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന. ഇപ്പം നാഗപ്രീതിയാണ് അത്യാവശ്യം. ആയില്യത്തിന് മുടങ്ങാതെ അടുത്ത ക്ഷേത്രത്തിൽ 100 പാലും ദിവസവും നാഗരാജ സ്തോത്രവും ജപിക്കുക. എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. ശ്രീമതി നീതു ശ്രീ കുമാരി നീതു, തിരുവാതിര നക്ഷത്രം. 18 വയസ്സ്, വർക്കലയിൽ നിന്നാണ്. 18 വയസ്സ്. ഇപ്പോൾ ഒരു പ്രണയമുണ്ട് എന്നുള്ളതാണ്. തിരുവാതിര നക്ഷത്രം. പ്രണയം വിജയിക്കുമോ, വിവാഹത്തിലെത്തുമോ എന്നൊക്കെയാണ് അറിയേണ്ടത്. തിരുവാതിര നക്ഷത്രമായതുകൊണ്ട് ഇപ്പോൾ ദൈവാധീന കുറവുള്ള സമയമാണ്. ഇപ്പോൾ പഠന കാര്യങ്ങളിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. പഠനത്തിൽ വിജയം വരിച്ചതിന് ശേഷം പ്രണയവും വിവാഹവും ഒക്കെ ചിന്തിക്കാവുന്നതാണ്. ഇപ്പോൾ 18 വയസ്സാകുന്നല്ലേ ഉള്ളൂ. അപ്പോൾ അതിനുശേഷം പ്രണയവും വിവാഹവും ഒക്കെ ചിന്തിക്കാൻ തൽക്കാലം നമ്മൾ ഇപ്പോൾ പഠന കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുക. അത് മനസ്സ് ഒന്ന് ഏകാഗ്രത വരുവാനും നമുക്കൊന്ന് പഠനത്തിൽ കൺവേർജ് ചെയ്യാനുമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം നാരായണീയ പാരായണം നടത്തുക. ബാണയുദ്ധം കഥയുണ്ട്. അപ്പോൾ ബാണയുദ്ധം കഥ നാരായണീയത്തിൽ നിന്നെടുത്ത് പാരായണം ചെയ്തോളൂ. മനസ്സിനൊരു ദൃഢത വരും. എല്ലാ കാര്യങ്ങളും വേണ്ട രീതിയിൽ തന്നെ കാണുവാനുള്ള ഒരു അവസരവും ലഭിക്കും. സന്തോഷമായിരിക്കാം. രാഗി ജോസ് തിരുവല്ലയിൽ നിന്നാണ്. പൂരാട നക്ഷത്രം, ബേക്കറി, പത്തനംതിട്ടയാണ് അല്ലേ. പൂരാട നക്ഷത്രം ബേക്കറി നടത്തുന്നു. കഴിഞ്ഞ 3 വർഷമായിട്ട് പൊതുവെ ലാഭം ഇല്ല. നഷ്ടത്തിലേക്ക് പോകുമോ എന്നുള്ളൊരു സംശയമുണ്ട്. വിഷമിക്കാനൊന്നും തന്നെയില്ല. ഇപ്പോൾ അധികം പണം ചിലവാക്കാണ്ട് മുന്നോട്ട് പോകുക. അടുത്ത വർഷം 2025 കഴിയുന്നതിന് മുമ്പ് സാമ്പത്തികമായി മെച്ചമാകും. ബേക്കറി ഫീൽഡ് തന്നെയാണ്, ഫുഡ് പ്രോഡക്ട്സ് തന്നെയാണ് നല്ലത്, അതിന് സംശയം വേണ്ട. 2025 കഴിയുന്നതിന് മുമ്പ് ഇപ്പോഴുള്ള പ്രയാസങ്ങളൊക്കെ നീങ്ങി ബേക്കറി ലാഭത്തിലെത്തിക്കുവാൻ കഴിയും എന്നുള്ളതിൽ സംശയം വേണ്ട. ആത്മാർത്ഥമായിട്ട് സമർപ്പണ മനോഭാവത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക. ഈ ഫീൽഡിൽ നല്ലൊരു നിലയിലെത്തും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. ഈ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് മെയിൽ അയക്കാം. മെയിൽ ID പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ജനിച്ച ഡേറ്റ്, മാസം, വർഷം, സമയം, സ്ഥലം, നക്ഷത്രം, കംപ്ലീറ്റ് നെയിം, പിന്നെ എവിടെ നിന്നാണ് മെയിൽ അയക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഉണ്ടായിരിക്കണം. ഭാവിയെക്കുറിച്ച് ചോദിക്കാം. അതുപോലെ എഡ്യൂക്കേഷനെക്കുറിച്ച്, ഏത് ഫീൽഡാണ് അനുയോജ്യം, ബിസിനസ് ചേരുമോ എന്നുള്ള കാര്യം ചോദിക്കാം. വിവാഹത്തിൽ പാപജാതകമാണോ, പൊരുത്തം ലഭിക്കുന്നില്ല, അങ്ങനെയുള്ള ഒരവസ്ഥയും എന്താണ് പരിഹാരം, അങ്ങനെയുള്ള അവസ്ഥയിൽ എന്നൊക്കെയുള്ള ചോദ്യം ആകാം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ,
ഐശ്വര്യത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ വാരമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദേവിയോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ല ഒരു അവസ്ഥ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ. ഓം സർവൈശ്വര്യം ഭവന്തു. നമസ്കാരം.